നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താണ്? എങ്ങോട്ടാണ് നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 25 ദിവസത്തിലേക്ക് കടക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലാണ്. അതിനോടൊപ്പം തന്നെ ലഡാക്കിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും പോരാടുന്ന സോനം വാങ്ചുങ്ങിൻ്റെ നിരാഹാര സമരവും അവിടെ നടക്കുന്നുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള നമ്മുടെ വരും തലമുറയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന 2 വലിയ പ്രതിഷേധങ്ങൾ തൊട്ടു മുന്നിൽ നടക്കുമ്പോഴും നമ്മുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നിലപാടെന്താണ്? ചത്താൽ ചാകട്ടെ എന്നൊരു ഭാവം, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ഭാവിയും സ്വപ്നങ്ങളും വെച്ചാണ് ഇവർ ഈ കളിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ ഏതെങ്കിലും കൽക്കരിയിലോ സ്പെക്ട്രത്തിലോ അല്ലെങ്കിൽ വലിയ കോൺട്രാക്റ്റുകളിലോ ഒക്കെയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയും അഴിമതിയും നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ്. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കുട്ടികൾ രാപ്പകൽ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്ന പരീക്ഷകളിലാണ് ഈ കൊള്ള നടക്കുന്നത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ അഴിമതി ഈ രാജ്യത്ത് എത്ര വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് അവിടെ തകർത്ത് കളഞ്ഞത്. അതിനു പുറമെ CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ നടന്ന തിരിമറികൾ നമ്മൾ കണ്ടതാണ്. കോടാനുകോടി രൂപയുടെ വലിയൊരു കൊള്ളയാണ് ഈ പരീക്ഷകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒന്നാണത്. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഓപ്പൺ മാർക്കറ്റിൽ 2.25 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോളേജ് പ്രൊഫസർമാരാകാനും ഗവേഷണം നടത്താനും തയ്യാറെടുക്കുന്ന രാജ്യത്തെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ എഴുതുന്ന പരീക്ഷയുടെ പേപ്പറാണ് ചന്തയിലെ മീൻ വിൽക്കുന്നത് പോലെ പരസ്യമായി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ക്രമക്കേടുകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും അവരുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. സ്വന്തം പുരയിടം വിറ്റും അമ്മമാരുടെ സ്വർണം പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്തുമൊക്കെയാണ് സാധാരണ കുടുംബങ്ങൾ കുട്ടികളെ വലിയ കോച്ചിങ് സെന്ററുകളിൽ വിടുന്നത്. തങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാൻ മക്കളുടെ വിദ്യാഭ്യാസം മാത്രമാണ് വഴിയെന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് പാവങ്ങളുണ്ട് ഇവിടെ. ആ പാവങ്ങളുടെ സ്വപ്നങ്ങളെയും ആ കുട്ടികളുടെ കഠിനാധ്വാനത്തെയുമാണ് ഈ മാഫിയകൾ ചേർന്ന് തകർത്ത് തരിപ്പണമാക്കുന്നത്. എന്നിട്ടോ ഒരു ഭാഗത്ത് പരീക്ഷ എഴുതി പ്രതീക്ഷ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ കടുത്ത മാനസിക വിഷമത്തിൽ ജീവനൊടുക്കുന്നു. അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനൊന്നും ഈ ഭരണകൂടത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇത്രയും വലിയ ക്രമക്കേട് രാജ്യത്ത് നിരന്തരമായി നടന്നിട്ടും ഇതിനൊരു ഉത്തരവാദിയുമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ കസേരയിൽ ഇപ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതിരിക്കുകയാണ്. തനിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്യുന്നത് ആ പ്രതിഷേധങ്ങളെ കേൾക്കാനോ അവരുമായി ചർച്ച നടത്താനോ തയ്യാറാകാതെ അവരെ മാക്സിമം ആക്രമിച്ച് അടിച്ചമർത്താനാണ്. ഇത്രയൊക്കെ രാജ്യത്ത് നടന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു വാക്ക് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം പ്രധാനമന്ത്രിക്ക് താല്പര്യങ്ങൾ വേറെയാണല്ലോ. രാജ്യത്തെ കുട്ടികൾ നീതി കിട്ടാതെ തെരുവിൽ കിടന്നലയുമ്പോൾ മിണ്ടാതിരിക്കുന്ന മോദിക്ക് ജൽമൂരിയെക്കുറിച്ചും പലതരത്തിലുള്ള മാമ്പഴങ്ങളെക്കുറിച്ചും വേനൽക്കാലത്ത് എങ്ങനെ വെള്ളം കുടിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ മണിക്കൂറുകളോളം വാചാലതയോടെ സംസാരിക്കാൻ സമയമുണ്ട്. ഇതാണ് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ ഭരണത്തിലിരുന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം എന്താണെന്ന് അറിയുന്നവനല്ലേ അതിന്റെ വില മനസ്സിലാകൂ. അറിവില്ലാത്തവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം? പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കും പോലെയാണ് ഇതും. എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മോദി ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തത് എന്ന്. വിദേശ മാധ്യമങ്ങൾ വരെ ഈ ചോദ്യം ചോദിച്ച് നമ്മളെ നാണം കെടുത്തുന്നുണ്ട്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റും മുന്നിൽ എഴുതി കാണിക്കുന്ന ടെലിപ്രോംപ്റ്ററും ഇല്ലെങ്കിൽ മോദിക്ക് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ മോദി പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആദ്യം കുറച്ചു നേരം ഇടതുവശത്തേക്ക് നോക്കി കൈവീശും.
പിന്നെ വലതുവശത്തേക്ക് നോക്കി സംസാരിക്കും. നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ നോക്കി അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന്. പക്ഷേ സത്യം അതല്ല. ക്യാമറയ്ക്ക് കാണാത്ത രീതിയിൽ 2 സൈഡിലും സെറ്റ് ചെയ്തിരിക്കുന്ന ടെലിപ്രോംപ്റ്ററുകളിലേക്കാണ് അദ്ദേഹം നോക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ കയ്യിലൊരു തുണ്ട് കടലാസെങ്കിലും വേണം. സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു ചോദ്യത്തിന് പോലും സ്വന്തമായി മറുപടി നൽകാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 2014 അവർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് എന്താണ്? അച്ഛാ ദിൻ ആയേഗ. എന്താണ്? നല്ല നാളുകൾ വരും. ആ പറഞ്ഞത് ശരിയാ കേട്ടോ. ആർക്കാണ് നല്ല നാളുകൾ വന്നത്? ഈ രാജ്യത്തെ സാധാരണക്കാരനോ? അല്ല, അത് സംഘപരിവാറിന് മാത്രമാണ് വന്നത്. അവർക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കോടാനുകോടി രൂപയാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകുന്നത്. രാമക്ഷേത്രം വന്നതോടുകൂടി അതിലേക്ക് വരുന്ന കോടികൾ അടിച്ചു മാറ്റാൻ അവർക്ക് വഴി തെളിഞ്ഞു. എന്നാൽ രാജ്യം വലിയ സാമ്പത്തിക ഭീഷണിയും വിദ്യാഭ്യാസ തകർച്ചയുമാണ് നേരിടുന്നത്. ഇപ്പോഴത്തെ ഈ ഭരണാധികാരികൾ വിചാരിക്കുന്നത് എന്താണ്? കുറച്ച് ദിവസം പ്രതിഷേധം നടക്കട്ടെ, ആളുകൾ മടുക്കുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളൂ എന്നാണ്. സമരം ചെയ്യുന്ന കുട്ടികളെ അവഗണിച്ച് തോൽപ്പിക്കാമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ മോദിയും കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അധികം ദൂരെയല്ലാതെ നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചരിത്രമെടുത്ത് നോക്കണം. അവിടുത്തെ ഭരണാധികാരികളും വിചാരിച്ചത് തങ്ങൾ വലിയ ശക്തന്മാരാണെന്നാണ്. പക്ഷേ ഒരു തലമുറ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും ഒന്നിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാൽ എത്ര വലിയ സ്വേച്ഛാധിപതിയുടെയും കസേര ഇളകും. എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. അത് സംഘപരിവാർ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇതൊന്നും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇതിലൊക്കെ വലിയ താല്പര്യക്കുറവുണ്ട്. പേരിനൊരു വാർത്ത നൽകി അവരവരുടെ കടമ തീർക്കുകയാണ്. കാരണം അവർക്ക് ഭരണകൂടത്തെ അത്രയ്ക്ക് പേടിയാണ്. എന്നാൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന്റെ കനലുകൾ പുകയുന്നുണ്ട്. എത്ര കാലം ഭയപ്പെടുത്തിയും സംഘപരിവാർ ക്രിമിനലുകളെ അഴിച്ചുവിട്ടും നിങ്ങൾക്ക് ജനങ്ങളെ ഒതുക്കാൻ കഴിയും? ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ ഇറങ്ങിയാൽ തകരാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ അധികാരത്തിന്റെ ഹുങ്ക്. നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറയ്ക്ക് പഠിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.